ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു US ട്രിപ്പും അവിടെ സ്പെൻഡ് ചെയ്ത കുറച്ച് അടിപൊളി ഫൺ ഡേയ്സും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ആയപ്പോഴത്തേക്കും യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നിറയെ പാടങ്ങളാണ്. അപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളിൽ വൈക്കോലാണ് ഇങ്ങനെ റൗണ്ടിൽ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ സമ്മർ ടൈം ഒക്കെ നമുക്ക് ഏകദേശം കഴിയാറായതുകൊണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ രാവിലെ പാടങ്ങളുടെ നടുക്കൂടെയുള്ളൊരു പോക്കാണ്. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണ്. അപ്പോൾ ശ്യാമിലിയും ഫാമിലിയും ഉണ്ട്. അവരിതാ നമ്മുടെ സൈഡിൽ തന്നെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് മഞ്ജു ചേച്ചിയും ഫാമിലിയുമാണ്. അവരും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ 3 ഫാമിലീസും 3 കാറിലായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഡ്രൈവ് മാത്രം ഒരു 9 hours മുകളിലുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഫുഡിനും വാഷ്റൂം ബ്രേക്കിനും ഒക്കെ നിർത്തി പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയം കൂടുതലും കൂടി എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റാലും വീട്ടിനുള്ളിലല്ലേ. ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ പാടങ്ങളുടെ നടുക്കൂടെ ഡ്രൈവ് ചെയ്യുമ്പം പല കളറിലുള്ള സ്കൈയും സൂര്യോദയവും ഒക്കെ കണ്ട് നല്ല കാമായിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ 3 ഫാമിലീസും അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പോകെ പറയാം. നിങ്ങൾക്കും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പാടത്തിന്റെ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നത് അവരുടെ ഇറിഗേഷൻ സിസ്റ്റം ആണ്. ആ പാടം ഫുള്ള് കവർ ചെയ്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ വീലും അറ്റാച്ച്ഡ് ആണ്. ആ വീലിന് മൂവ് ചെയ്യാനുള്ള പാത്തികളും നമുക്ക് ആ പാടത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 3 ഫാമിലീസും ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് ഉറുമ്പ് പോകുന്നത് പോലെ ഒന്നിന് ബാക്കിലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഏതോ ഒരു ഗൂഗിൾ ചേച്ചി റോങ് വഴി പറഞ്ഞു തന്ന് ഒരാൾക്ക് വഴി തെറ്റിയപ്പം പിന്നെ ബാക്കിയുള്ളവരും കൂടി അതിന്റെ ബാക്കിൽ പോയി വഴി തെറ്റി പിന്നെ ഒരു U-turn ഒക്കെ എടുത്ത് കറക്റ്റ് വഴിയിലെത്തി പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും പാടത്തിന്റെ നടുക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിറയെ വിൻമില്ലും ഒക്കെ ആയിട്ട് അതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു കൗതുകമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എവിടുന്ന് ഫുഡ് കഴിക്കണമെന്നും എന്തൊക്കെ വാങ്ങിക്കണമെന്നും എല്ലാത്തിനെ കുറിച്ചും നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. അതിനകത്തെ ഫസ്റ്റ് തിങ്ങാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. കാനഡ ബോർഡർ വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ US കറൻസി ആണല്ലോ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ബോർഡർ ആകുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന, അതായത് നമ്മുടെ കാനഡ വിടുമ്പോൾ ഉള്ള ലാസ്റ്റ് A&Wയിൽ കയറി നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും എവിടൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇനിയുള്ള കാര്യങ്ങളും അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അങ്ങനെ നമ്മളിതാ US ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പം US കാനഡ ബോർഡറാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ US ഒഫീഷ്യൽസിൻ്റെ അടുത്താണല്ലോ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. കാനഡയിൽ നിന്ന് നമ്മൾ US പോകുമ്പം എന്തൊക്കെ ഐറ്റംസ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ മീറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പം അതിൻ്റേതുള്ള ഡീറ്റെയിൽസ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ക്രോസ് ചെയ്യുക. എന്തായാലും അവർ നമ്മുടെ കാറും കാര്യങ്ങളും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ അത് എല്ലാ കാറും ഇൻസ്പെക്ട് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ റാൻഡംലി ആയിരിക്കും. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇപ്പം എയർപോർട്ടിൽ എങ്ങനെയാണോ നമ്മൾ വരുമ്പോൾ ഉള്ള അവസ്ഥ അതുപോലൊക്കെ തന്നെ. അപ്പോൾ പക്ഷേ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോവുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് US ചെന്നിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. ഞങ്ങൾ വളരെ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റിസ്ക് എടുക്കാതിരിക്കാൻ സംശയമുള്ള സാധനങ്ങൾ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും ലിസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. US ചെന്നിട്ട് നമ്മൾ അവിടെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് US എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു ബാക്കിലും പാടവും വൈക്കോലും ഒക്കെയാണ് കാണുന്നത്. അവിടെ നിറയെ ചീവീടിന്റെ സൗണ്ടാണ്. അപ്പോൾ US ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 hour 21 minutes ഡ്രൈവ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് US ബോർഡർ വരെ ഏകദേശം 3 hours ഡ്രൈവും ഉണ്ടായിരുന്നു. അപ്പോൾ US കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ km/h എന്നുള്ള കണക്ക് മാറി miles/hourന്റെ ബോർഡാണ് സൈഡിലെല്ലാം വെച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ട് വണ്ടിയുടെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് മാറ്റി നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ ഹൈവേയിലൂടെയാണ് പോകുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വാഷ്റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര ഒരു സൗകര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ലോങ് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഈ വാഷ്റൂംസ് ഒന്നും ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നൊന്നും അല്ല. പക്ഷെ അങ്ങനെങ്കിലും ഒരു സൗകര്യം ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഓവർലോഡ് സൈസുള്ള ഒരു വണ്ടി വരുന്നുണ്ട്. ഇതിൽ നിറയെ വൈക്കോലാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടില്ലേ. നമ്മുടെ ഈ ഒരു ഡ്രൈവ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഈ മൗണ്ടൻസിനൊക്കെ ആണെങ്കിലും ഓരോ മൗണ്ടൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെ ഓരോന്നിനും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്.
കുടുംബത്തിനടുത്തുള്ള കോസ്കോയിലൊന്നും പോയത് തികയാത്തതുപോലെ നമ്മളിതാ US വന്നിട്ട് ആദ്യം പോയത് കോസ്കോയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ബോർഡർ ക്രോസ് ചെയ്യുന്ന ഐറ്റംസിനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയിട്ടാണ് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മീൽ പ്ലാനും ഗ്രോസറി ലിസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്കോയിൽ കിട്ടുന്ന എല്ലാം കുറച്ച് ബൾക്കായിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളാണ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്കായിട്ട് വാങ്ങിക്കേണ്ട ഐറ്റംസിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ വന്നെങ്കിലും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ടാർഗറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ അതിനുവേണ്ടി നമ്മൾ ബില്ല് അടിക്കാനൊക്കെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വോൾമാർട്ട് അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. വെജിറ്റബിൾസ് ആയാലും റൈസ് ആയാലും ബാക്കി ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങി. അപ്പം നമുക്ക് കോസ്കോയിൽ നിന്ന് ബൾക്കായിട്ട് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3 ദിവസവും ബ്രെഡും മുട്ടയും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മുട്ട, ബ്രെഡ്, അതുപോലെ തന്നെ ടോർട്ടിയ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചു. ചെറുതായിട്ടുള്ള ഐറ്റംസ്, അതായത് നമ്മൾ തിരിച്ചു പോകുമ്പോഴും ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് വീണ്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കേണ്ടതൊക്കെ വോൾമാർട്ടിൽ നിന്നും വാങ്ങിച്ചു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ Airbnb ബുക്ക് ചെയ്തെടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഒരുപാട് Airbnb വീടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് അവർ നമുക്കൊരു കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗേറ്റ് നമ്പർ ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ കോഡ് അടിക്കാനുള്ള ഒരു സിസ്റ്റവും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഗേറ്റ് ഓപ്പൺ ആക്കുക. അങ്ങനെ നമുക്ക് അതിനകത്തോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വീടാണെന്നുണ്ടെങ്കിലും നമ്പർ ലോക്കാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇവർ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ Airbnb ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് പോരാഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തൂടെ കുറേ നേരം വണ്ടി ഓടിച്ച് നടന്നിട്ടാണ് നമുക്ക് നമ്മുടെ ഫൈനലി വീട്ടിലെത്താൻ പറ്റിയത്. ഇത് നല്ല അടിപൊളി ഒരു വീടാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ടൂർ തന്നെ മാറ്റി വെച്ചിട്ട് ഈ വീട്ടിൽ ഇരുന്നാലോ എന്ന് പോലും പ്ലാൻ ചെയ്തു. അത്ര നല്ല അടിപൊളി വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഹോം ടൂർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഓൾറെഡി ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോയുടെ കൂടെ അത് വീണ്ടും ലെങ്തി ആവും. അതുകൊണ്ട് ഹോം ടൂർ ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നല്ല അടിപൊളി തടി വെച്ച് മാത്രം ചെയ്തിട്ടുള്ള അടിപൊളി ഫർണിഷിംഗ് ഒക്കെയുള്ള നല്ലൊരു സൂപ്പർ വീടാണ്. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല ഫീൽ ആണല്ലോ. അപ്പം നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് വാഷ്റൂമിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് പേരൊക്കെ വാഷ്റൂമിൽ കയറി കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന റോട്ടിസറി ചിക്കനെ അങ്ങോട്ട് ഷ്രെഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം സ്പൂണും ഫോർക്കും ഒക്കെ എടുത്ത് തുടങ്ങിയെങ്കിലും പിന്നെ കൈ തന്നെ ആയുധം. ഇത് കുക്ക്ഡ് ചിക്കൻ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ പരിപാടികളൊക്കെ എളുപ്പമാവും. അങ്ങനെ നമ്മളെല്ലാവരും കുളിച്ച് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ശ്യാമിലി വീട്ടിൽ നിന്ന് തന്നെ ചിക്കൻ കറിയും രാജ്മ കറിയും മഞ്ജു ചേച്ചി ബീഫ് ഫ്രൈയും പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ കുക്ക്ഡ് ആയിട്ടുള്ള 100 ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടും പോന്നു. അപ്പം നമ്മൾ ഇതുപോലുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കുക്കിംഗ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഓൾറെഡി കുക്ക്ഡ് ഫുഡ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചൂടാക്കി കഴിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. കറികളാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് യൂസ് ചെയ്യാത്തൊരു പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് അനക്കാതെ മാറ്റി വെക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒഴിവാക്കുക. എന്നാൽ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്ലാനിങ്ങും ഗ്രോസറി ലിസ്റ്റും ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ബ്രെഡും മുട്ടയും ജാമും പീനട്ട് ബട്ടറും യോഗേർട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിയാമെന്ന് വിചാരിച്ചു. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്കാണ് നമ്മൾ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6:30 എഴുന്നേറ്റപ്പോൾ എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാനില്ല. കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത വെജിറ്റബിൾസ് നമുക്ക് ബാഗിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളി നമ്മളത് കണക്കിൽ 3 ദിവസത്തേക്ക് 3 ഉള്ളി എന്നുള്ള കണക്കിൽ വാങ്ങിച്ചു. കുക്കുംബർ അതും വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കണക്കിനനുസരിച്ചിട്ടുള്ള കുക്കുംബറുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് തക്കാളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ഈ ഒരു ബാഗിനകത്ത് നമുക്ക് കട്ട് ചെയ്ത ക്യാബേജ്, ലെറ്റസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അത് ഓൾറെഡി പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെയുള്ള സമയം ലാഭിക്കാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ലാഭവുമായിരിക്കും. നമ്മളിതൊരു യാത്ര കൊണ്ട് നിർത്താനല്ലല്ലോ. നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ട് പറ്റുക. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെ തന്നെ മോസ്റ്റ്ലി ഫുഡിനൊക്കെ കുറെ കൂടെ വില കൂടുതലാണ്. അതുപോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് അവൈലബിൾ ആയിരിക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. നാഷണൽ പാർക്കിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് റേഞ്ച് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് വിശക്കുന്ന അനുസരിച്ച് സ്റ്റോഴ്സോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എവിടെയും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റാപ്പാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്നലെ കുക്ക്ഡ് ചിക്കൻ വാങ്ങിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടോർട്ടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇത്രയും ആളുകൾക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് കോസ്കോയിൽ നിന്ന് ടോർട്ടിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ എണ്ണമുള്ള ഒരു പാക്കിൽ കിട്ടുമല്ലോ. പിന്നെ ഇതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഒരു കണക്കിൽ ഒരു ബൗളിൽ എടുക്കുന്ന വെജിറ്റബിൾസും കൊണ്ട് നമുക്ക് എല്ലാവർക്കും റാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ആണെങ്കിൽ നമ്മൾ 3 ദിവസത്തേക്കായിട്ട് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ദിവസത്തേത് അത് തൊടുകയോ അനക്കോ ചെയ്യാതെ മാറ്റി വെക്കും. അപ്പോൾ അത് അഴുക്കാവാണ്ട് ഇരിക്കുകയും ചെയ്യും. ഷാംലിയുടെ കയ്യിൽ വിവിധ തരത്തിലുള്ള സോസുകൾ അവൈലബിൾ ആയിരുന്നതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സോസൊക്കെ ഇട്ട് കസ്റ്റം മെയ്ഡായിട്ടുള്ള റാപ്പുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പാനിൽ വെക്കുമ്പോൾ പേര് പറഞ്ഞ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോഴും അത് മാറിപ്പോവാണ്ട് ഓരോരുത്തരുടെയും പേരെഴുതിയിട്ടാണ് റാപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒന്നിച്ചങ്ങ് വെച്ചൂടെ? ഒന്നിച്ചങ്ങ് വെച്ചൂടെ, എന്നിട്ട് ചൂടാക്കി വെച്ചാൽ മതി. ഫാൻ ഓൺ ചെയ്തോ? ഫാൻ എക്സോസ്റ്റും ഇല്ലേ? ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ വേണം. സ്മൈലിംഗ് ഫേസ് വേണ്ടേ? അത് കെച്ചപ്പ് പിടിക്കണ്ടേ? ഇതിപ്പം ഓൺ ഓഫ് ആണോ? അതേ വന്നു. മറക്കില്ലേ? ആ മറിച്ചിരിക്കണം. എല്ലാം വേണം. നിച്ചുവിന്റെ ടൈപ്പാ. ആയി കാണൂല, മറിക്കാറില്ലേ? അയ്യോ എന്താ വേണമെന്ന് അറിയില്ല. എത്ര പേരാ കുക്ക് ചെയ്യുന്നതിന്? ഗാർണിഷ് ഉള്ളി വെച്ച് വേണ്ടി ചെയ്തതാ ഞങ്ങള്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും റെഡിയായി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സെൽഫി സ്റ്റിക്കും എല്ലാം എടുത്തുകൊണ്ട് വന്ന് നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലോട്ടാണ്. ഇത് ഐഡഹോ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ, നമുക്ക് ആ നാഷണൽ പാർക്കിലോട്ട് കയറാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 7 ദിവസത്തേക്ക് വാലിഡ് ആണ്. അപ്പോൾ $35 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 7 ദിവസം നമുക്ക് ആ ഒരേ പാസ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ എടുക്കുന്ന പാസ് കളയാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസിന്റെ കൂടെ നമുക്ക് അതിന്റെ മാപ്പും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഗേസേഴ്സ് ഒക്കെ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം നിർത്തിയ സ്ഥലമാണ് ഇത് ഫൗണ്ടൻ പെയിൻറ്റ് പോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈ ഗേസറാണ് ഉള്ളത്. നമ്മുടെ ഈ വോൾക്കാനോ പോലെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന തിളച്ച വെള്ളവും അതിൻ്റെ പുകയും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വാക്കിംഗ് ട്രെയിൽസ് ഇങ്ങനെ തടി വെച്ച് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ തന്നെ പാടില്ല. ഒന്നാമത് അത് ഹോട്ട് സർഫസ് ആണ്. അതിൻ്റെ കോഷനും കാര്യങ്ങളും ഒക്കെ അവർ സൈഡിൽ ഡേഞ്ചറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കണ്ണിൽ കാണുന്ന ഭംഗി നമുക്ക് ക്യാമറയിൽ കിട്ടില്ല, ചിലത് ക്യാമറയിൽ കാണുന്ന ഭംഗി നേരിട്ടുണ്ടാവില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുന്ന ഭംഗി എനിക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റാത്ത അത്രയും അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടില്ലേ, ഇതിനെല്ലാം ഫ്യൂമർ ഹോൾ എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ ഹോളിനകത്തുനിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് മഡാണ്. പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു മഡ് തന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കാണുന്നുണ്ടായിരിക്കും. ഇതിങ്ങനെ പിങ്ക് കളറിലാണ് ആ ഒരു സർഫസ്. എന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നടന്ന് കാണാനുള്ള ഒരു സംവിധാനം ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വ്യൂ ആണ്. ഈ ഒരു പോണ്ടിലെ വെള്ളം തിളച്ച് മുകളിലോട്ട് ചീറ്റി പൊക്കോണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കുറച്ച് സമയത്തെ കാഴ്ചകളെ ഉള്ളെങ്കിലും നമുക്ക് നടന്നു കാണാൻ കുറേയേറെ നേരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ എല്ലാവരും കൂടി നിരന്നിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ആദ്യത്തെ സ്പോട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നല്ല അടിപൊളി ഹാപ്പി ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള സമയം നമുക്ക് നല്ല അടിപൊളി പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വഴി തെറ്റി എന്നുള്ളത് ആദ്യത്തേത്. പിന്നെ ഈ നാഷണൽ പാർക്കിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ സ്പോട്ടിലും റേഞ്ച് ഇല്ല ഫോണിന്. പിന്നെ രണ്ടാമത് മഴയും ഹെയിലും കൂടി വീണപ്പോഴത്തേക്കും പൂർത്തിയായി 3 വണ്ടിയിലാണ് പോയെങ്കിലും സെപ്പറേറ്റ് ആയി 4-5 വഴിക്കായി
അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റും ചെയ്യാൻ പറ്റാണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് വണ്ടികൾക്ക് പകരം ഒറ്റ വണ്ടി നോക്കിയാലോ എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാണണം എന്നാണല്ലോ പറയുന്നത്. ഇത്രയും നേരം നമ്മൾ കുറേ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് വിഷമിച്ചെങ്കിലും ബാക്കി സമയം അടിപൊളിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് പാലട അങ്ങോട്ട് ഉണ്ടാക്കി. പാലട മിക്സൊക്കെ മഞ്ജു ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വോൾമാർട്ടിൽ നിന്ന് പാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് പാലടയൊക്കെ കുടിച്ച് നമ്മുടെ ദിവസം അങ്ങനെ ഭംഗിയായിട്ട് അങ്ങോട്ട് പൂർത്തിയായി. ഇന്നലത്തെ ദിവസം വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. വെളുപ്പിന് ഒരു 4 മണി 4:30 ആയപ്പോൾ എഴുന്നേറ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ച് രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ യാത്ര തുടങ്ങി. നാഷണൽ പാർക്കിനകത്ത് ഗ്യാസ് സ്റ്റേഷനും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് പോകുന്ന വഴിയിൽ നിറയെ ഫോഗാണ്. അങ്ങനെ കോടയൊക്കെ കണ്ടാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നമുക്ക് മിസ്സായ സ്ഥലങ്ങളൊക്കെ ഇന്ന് അങ്ങോട്ട് കണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചില സ്ഥലങ്ങൾ എത്തുമ്പോൾ അത്യാവശ്യം തെളിച്ചമുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കോടയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിൽ കാണുന്ന റിവറിലാണെങ്കിലും പുകഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോട കൊണ്ടാണോ അതോ ഇവിടുത്തെ വെള്ളത്തിന്റെ ചൂട് കൊണ്ട് തിളച്ചു പൊങ്ങി വരുന്ന പുകയാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ മൊത്തത്തിൽ ഒരു പുകമയമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുമുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇന്നലെ മിസ്സാക്കിയ ഫസ്റ്റ് സ്ഥലത്തിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നത് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിങ്ങിലാണ്. നല്ല ഫോഗി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഗൂഗിളിൽ നിന്ന് എടുത്തൊരു പിക്ചർ ഞാൻ സൈഡിൽ ഇൻസേർട്ട് ചെയ്യാം. നല്ല റെയിൻബോ കളേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കിഡിലൻ വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഫോഗ് കാരണം നമുക്കതിൻ്റെ ആ ഒരു കളേഴ്സും കാര്യങ്ങളും ഒന്നും ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് തടി കൊണ്ട് തന്നെ പാത്തും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. രാവിലത്തെ ഈ ഒരു ഫോഗി വെതറിൽ തടി ആയതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വിനീതിനും ജോബി ചായനും ഒരു അമ്മൂമ്മേനെ പഠിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. Who was around there to record that it took that long in 1985. Oh, 1985. Okay. I was going. കുടുംബത്തുള്ള ഞങ്ങളെയൊന്നും പഠിപ്പിക്കാൻ കിട്ടാഞ്ഞിട്ടാണോ ഇനി അതോ സ്വയം പഠിച്ചത് പോരാഞ്ഞിട്ടാണോ എന്നറിയില്ല. വഴി കണ്ട അമ്മൂമ്മേനെ തിരുത്തി പഠിപ്പിച്ചു പരീക്ഷ എഴുതിപ്പിച്ചിട്ടാണ് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ നടന്നുപോയി. ഇവർ രണ്ടുപേരും ബാക്കിൽ സ്റ്റക്കായിരുന്നു. അതെങ്ങനെ അമ്മൂമ്മയുടെ പേപ്പർ നോക്കി റിസൾട്ടും പബ്ലിഷ് ചെയ്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇവരെ നോക്കിയപ്പം ഇവർ ഏതോ ഒരു ദൂരത്ത് സ്റ്റക്കായിട്ട് അമ്മൂമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും പുകമയമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു രാവിലത്തെ സമയത്ത് നല്ല തണുപ്പുള്ള വെതറിൽ ഈ ഒരു ചൂട് സ്റ്റീം നമ്മുടെ ഫേസിലോട്ട് അടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. പണ്ട് നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ അനുഭവിച്ചതുപോലെ ഹൈഡ്രജൻ സൾഫൈഡിന്റെ ഒരു റോട്ടൻ എഗ്ഗിന്റെ സ്മെല്ല് ചില ഏരിയാസിൽ ചെല്ലുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വലിയ ഏരിയ മുഴുവനും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പോണ്ടും വെള്ളം ചീറ്റലും സ്റ്റീമും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു പുകമയമാണ്. ഈ ഒരു പ്രതിഭാസത്തിന് UK ആക്സെന്റിൽ ഗീസർ എന്നും US ആക്സെന്റിൽ ഗൈസർ എന്നുമാണ് പറയുന്നത്. ഇത് ബേസിക്കലി ഹോട്ട് സ്പ്രിങ്സ് ആണ്. പക്ഷെ സാധാരണ ഹോട്ട് സ്പ്രിങ്സിൽ നമുക്ക് പോകുന്നത് പോലെ ഇതിൽ പോകാൻ പറ്റില്ല. ഇതിങ്ങനെ ഇന്റർമീഡിയന്റ് ആയിട്ട് വെള്ളം തിളച്ച് അതിങ്ങനെ ടോളായിട്ട് വെള്ളം മുകളിലോട്ട് സ്റ്റീമുമായിട്ട് ചീറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തെ ഗൈസറിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ വ്യത്യാസം ഉണ്ടാവും. അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തുമ്പം അവിടെ നല്ല അടിപൊളിയായിട്ട് മുകളിലോട്ട് ചീറ്റി വരുന്ന ഗീസർ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് നടക്കാൻ അലോ ചെയ്തിരിക്കുന്ന വഴിയല്ലാണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പാടില്ല. ഇവിടെ ഈ ഒരു സർഫസിൽ ജീവിക്കുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്നുള്ള ബോർഡും കാര്യങ്ങളും ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ലൊക്കേഷനിൽ തന്നെ പല സ്ഥലത്തിനും കാണുന്ന കളറിനാണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ കണ്ട ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് വായിച്ചു മനസ്സിലാക്കാമല്ലോ. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ആദ്യത്തെ ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഇവിടെ തന്നെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫോഗ് ഒന്നും ഇല്ലാത്തൊരു വെതർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അടിപൊളിയായിട്ട് അതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ പോയത് സെക്കൻഡ് ലൊക്കേഷൻ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിലോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിൽ ഗൈസർ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നല്ല ടോളായിട്ട് മുകളിലോട്ട് ചീറ്റി വരുന്നത് കാണാൻ പറ്റുമെന്ന്. അത് ഇവിടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇറപ്ഷൻ എപ്പോഴും സംഭവിക്കുന്നതല്ല. ഇതിനൊരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു ആന്റിസിപ്പേറ്റഡ് ഇറപ്ഷൻ ടൈം ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം 10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാമെങ്കിലും ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അതനുസരിച്ചിട്ട് ഇറപ്ഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ക്രൗഡും ഉണ്ടാവും.
അപ്പം ഈ ഗൈസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇന്റർമീഡിയന്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം തിളച്ച് നല്ല ടോളായിട്ട് സ്റ്റീമും വാട്ടറും കൂടെ മുകളിൽ എയറിലോട്ട് ഇങ്ങനെ ചീറ്റി വന്നുകൊണ്ടിരിക്കുന്നതാണ്. വോൾക്കാനോയും ഗൈസറും ഒക്കെ ഏകദേശം പ്രോസസ്സ് ഒരുപോലെയാണെന്നുണ്ടെങ്കിലും വോൾക്കാനോ ഇറപ്റ്റ് ആവുമ്പോൾ റോക്കും ആഷസും ആണ് വരുന്നതെങ്കിൽ ഗൈസർ ഇറപ്റ്റ് ആവുമ്പോൾ വാട്ടറും സ്റ്റീമും ആണ് പുറത്തോട്ട് വരുന്നത്. അതുപോലെ ഈ ഗൈസർ വോൾക്കാനോയെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കലി സൈസിൽ വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ഇറപ്ഷൻ മോർ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നത് ഗൈസറിലാണ്. രാവിലെ 9:30 നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് ഇറപ്ഷൻ ടൈം അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം ആ ഒരു സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാണ്ട് ഈ ഇറപ്ഷൻ കാണാനായിട്ട് പറ്റി. ജസ്റ്റ് ഒരു ഇറപ്ഷൻ കഴിഞ്ഞ സമയത്തൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇറപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ 1.5 മണിക്കൂർ കൂടുതലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വന്ന സമയം കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഇവിടെ ഇറപ്ഷനൊക്കെ കണ്ട് പെട്ടെന്ന് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്ത് പോകാനായിട്ട് പറ്റി. ഇറപ്ഷന്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രൗഡ് കണ്ടോ, ഇത്രയും ആളുകൾ ആ ഒരു ഏരിയക്ക് ചുറ്റിനും നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗൈസർ ഈ ഒരു ഇറപ്ഷൻ നടക്കുന്നതിന്റെ അവിടുന്ന് കുറച്ചും കൂടെ നടക്കുമ്പോൾ അവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് ആ ഒരു ഗൈസർ വരുന്ന ആ ഒരു പ്രെഡിക്റ്റഡ് ടൈം അവിടെ ബോർഡിലുണ്ട്. 9:30 ആയിരുന്നല്ലോ. അവരതിൽ +or- 10 മിനിറ്റ്സും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുന്നോട്ടോ ബാക്കിലോട്ടോ ഒക്കെ ആവാം. നമുക്ക് ഏകദേശം ഒരു 9:40 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇറപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. 9:45 മുമ്പ് തന്നെ ഇറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ടൈമിന് അത്രയും വാല്യൂ കൊടുക്കുന്നതായതുകൊണ്ടാണ് ആ ഒരു 10 മിനിറ്റ്സിന്റെ ആ ഒരു ഇത് പോലും എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിലും കംപ്ലീറ്റ്ലി വുഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഗിഫ്റ്റ് ഷോപ്പും വാഷ്റൂമും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പണ്ട് ഏറുമാടത്തിലൊക്കെ കയറുന്നത് പോലെയുള്ള ആ ഒരു ഫീലാണ്. നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ കയറി കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തു. ഈ ഒരു ബിൽഡിങ്ങിനകത്തും താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഈ ബിൽഡിങ്ങിന്റെ അപ്പർ ഫ്ലോറിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പോ വെയിലോ ഒന്നും കൊള്ളാതെ ഗൈസർ കാണാനുള്ള സംവിധാനം അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അവിടെ ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഷെയ്ഡ് ഉള്ളതും ഷെയ്ഡ് ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരം നിന്ന് ഗൈസർ കാണും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല വൃത്തിയായിട്ട് മുകളിൽ നിന്ന് തന്നെ കാണാനായിട്ടുള്ള സംവിധാനമുണ്ട്. വെതർ ഇത്തിരി മോശമാണെങ്കിലും ഈ ബിൽഡിങ്ങിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് ഗൈസർ കാണാം. ഇന്നലത്തെ ഒരു ദിവസം വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ട ബ്രേക്കും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട സ്നാക്കും വെള്ളവും ജ്യൂസും ഒക്കെ എല്ലാവരുടെയും വണ്ടിയിലും അവൈലബിൾ ആയിരുന്നു. ഒരു ഒറ്റ നാഷണൽ പാർക്കിനകത്ത് ഇത്രയും ഏറെ ലൊക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്ന വെർത്ത് ആയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. നമ്മൾ അടുത്ത് എത്തിയത് ഒരു ലേക്കിന്റെ അടുത്തോട്ടാണ്. അവിടെയും ബോയിൽഡ് വാട്ടർ ആണോ അതല്ല നോർമൽ വാട്ടർ ആണോ എന്നൊന്നും നമുക്കറിയില്ല. വളരെ വലിയൊരു ലേക്കാണ്. അതിൽ ആളുകൾ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലായിടവും നമ്മൾ കാണുന്ന കാഴ്ച വെള്ളം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ബോയിൽഡ് ആണോ അതോ നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ലേക്കിന്റെ സൈഡിൽ കാണുന്ന ആ ഒരു 2 ഹോളിനകത്തെ വെള്ളവും ഇങ്ങനെ തിളച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേക്കിലെ വാട്ടറിന്റെ ഒരു ടെമ്പറേച്ചർ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷെ സൈഡിലൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് നല്ല താഴത്തെ തട്ട് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെള്ളത്തിന്റെ തെളിച്ചം അത്രയ്ക്കുണ്ട്. യെല്ലോസ്റ്റോൺ ലേക്കിന്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് തം ലേക്കിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വെസ്റ്റ് തം ഗേസറിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. അപ്പൊ ആദ്യം കാണുന്നത് ബ്ലാക്ക് പോണ്ട് ആണ്. അതിന്റെ ഒരു കളറും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി ഭംഗിയാണ്. നമ്മളൊരു സീലൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. നെക്സ്റ്റ് വൺ ആബീസ് പോണ്ട് ആണ്. ആബീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംമെഷറബിൾ ഡെപ്ത് ഉള്ള ഒരു സ്പേസ് എന്നാണ്. അപ്പൊ ഈ ഒരു പോണ്ടിന്റെ ഡെപ്ത് നമുക്ക് അളക്കാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം ഇതിനൊക്കെ നല്ല ബ്ലൂ കളറും ഉള്ളത്. സെൻട്രൽ പോർഷൻ വളരെ ഡീപ്പാണെന്ന് നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ അതിന്റെ ഡെപ്ത് കൊണ്ടായിരിക്കും അതിന് ഈ ഒരു പേരും കൊടുത്തിട്ടുള്ളത്. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതിനു മുമ്പ് വന്നവര് ഇവിടെ ഈ വഴിയിലൊക്കെ ബൈസൺ നിന്നിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡ് ബ്ലോക്ക് ആക്കുന്ന ബൈസനെ ഒന്നും കണ്ടില്ല. ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയിൽ കുറേ ദൂരം മൗണ്ടൻസിന്റെ ഒക്കെ സൈഡിൽ ബൈസണൊക്കെ നിന്ന് പുല്ല് തിന്നുന്നത് കണ്ടിട്ട് നമ്മൾ വഴിയിൽ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ബൈസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഫലോയുടെ ഹസ്ബൻഡാണ് അത്രേ. മലയാളത്തിൽ പറഞ്ഞാൽ കാട്ടുപോത്ത്. ലാസ്റ്റ് ഇയറിൽ നാട്ടിൽ വന്ന സമയത്ത് ഊട്ടിയിൽ സ്റ്റേ ചെയ്ത സമയത്ത് അവിടെയും കുറേ കാട്ടുപോത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വേറൊരു വെറൈറ്റി ഓഫ് കാട്ടുപോത്താണ്. ഫുൾ ബ്ലാക്ക് ആയിട്ട് അതിന്റെ ഫേസ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളെ പോലെ തന്നെ ഒരുപാട് വണ്ടികൾ സൈഡിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ പരാതി അങ്ങ് മാറി.
ബൈസൺ കൂട്ടമായിട്ട് റോഡിൽ ഇറങ്ങി വഴി മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓഫീസറൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വരുന്ന വരവൊക്കെ കണ്ട എല്ലാം കൂടി ഇടിച്ചു കളയുമെന്ന് തോന്നുമെങ്കിലും കഴിഞ്ഞ ആഴ്ച കലൂരുണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്ര പോരാന്ന് പറഞ്ഞ് അവരവരുടെ പാടും നോക്കി മൗണ്ടന്റെ സൈഡിലോട്ട് പുല്ല് തിന്നാനായിട്ട് ഇറങ്ങി അങ്ങ് പോയി. അവിടുന്ന് നേരെ നമ്മൾ അപ്പർ ഫോൾസ് കാണാനായിട്ടാണ് പോയത്. ഒരു ഒറ്റ പോക്കില് മൗണ്ടൻസും ലേക്കും വാട്ടർഫോളും കൂടാതെ ഗൈസറും കൂടി കണ്ടുപോരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ മൗണ്ടനും ഓരോ സ്ട്രക്ചറും ഓരോ കളറും ഓരോ ഷേപ്പും എല്ലാം ആണ്. ഇതെല്ലാം ഒരൊറ്റ നാഷണൽ പാർക്കിനകത്താണെങ്കിലും നമുക്ക് ഓരോ മൗണ്ടൻസും ഓരോ സ്ഥലവും കാണുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലാണ്. ഇതെല്ലാം ഒരൊറ്റ ലൊക്കേഷനിലാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് പോയിന്റ്. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് പടം വരച്ച് വെച്ചേക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ വെള്ളം ഒന്ന് ഒഴുകുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. അത്ര സ്റ്റില്ലായിട്ട് ഒരു ഫ്രെയിമിൽ കണ്ടതുപോലെയുള്ള ഫീലാണ്. ഒരൊറ്റ ലൊക്കേഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ ഓരോ മൗണ്ടൻസിനും ഓരോ കളറാണ്. നേരിട്ട് കാണുന്ന ഭംഗി ഈ ക്യാമറയിൽ എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഓരോ ലൊക്കേഷൻസും അടുത്തടുത്ത് തന്നെയാണ്. അപ്പൊ ഈ ആർട്ടിസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ലോവർ വാട്ടർഫോൾസിലോട്ടാണ്. ഈ അപ്പർ വാട്ടർഫോൾ ആണെങ്കിലും ലോവർ വാട്ടർഫോൾ ആണെങ്കിലും പല പല പേരിൽ നമുക്ക് പല ലൊക്കേഷനിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ഓരോ ലൊക്കേഷനിൽ നിന്ന് കാണുമ്പോഴും ഓരോ വ്യൂ ആണ്, ഓരോ ഫീലാണ്. ഒരേ വാട്ടർഫോൾ തന്നെ നമ്മൾ പല ലൊക്കേഷനിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന വ്യൂവിനനുസരിച്ചിട്ട് ഓരോ ലൊക്കേഷനും ഓരോ വ്യൂ പോയിന്റിനും ഓരോ പേരുകളാണ് ഉള്ളത്. ഇത്രയും സ്ഥലങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലൊക്കേഷൻസ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ജോബി ചായനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് പോയിന്റ് ആയിരുന്നു. അത് അടിപൊളി ലൊക്കേഷനാണ്. പക്ഷെ ഈ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ആ വെള്ളം വന്ന് തെറിച്ച് വീഴുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളെപ്പോഴും കാണുന്നതാണ് ഈ വാട്ടർഫോൾ എങ്കിലും ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഫീല് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒന്ന് മഴ ചാറി. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ലേക്കും മൗണ്ടനും വാട്ടർഫോളും ഒന്നും അല്ലാതെ കിട്ടുന്ന ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനങ്ങളൊന്നും മിസ്സാവത്തുമില്ല. എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ ലേക്കും മൗണ്ടനും വാട്ടർഫോളും ഗൈസറും എല്ലാം കൂടി ഇവിടെ ഒറ്റ ഒരു സ്ഥലത്ത് നമുക്ക് കണ്ടിട്ട് പോകാനായിട്ട് പറ്റും. ഒരു 1 വീക്ക് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ കിട്ടുന്ന പാസ് ആണെങ്കിലും 7 ഡേയ്സിലേക്കാണ്. അപ്പം നമുക്ക് ഒരു ദിവസം പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്ക് ആ പാസിൽ തന്നെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് മുഴുവനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും പറ്റും. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് വരുന്നത് USA വയോമിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. പക്ഷെ നമ്മൾ Airbnb എടുത്തിട്ടുണ്ടായിരുന്നത് അത് അടുത്തുള്ള സ്റ്റേറ്റ് ആണ്, ഐഡഹോ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു. സമ്മർ ടൈം യൂഷ്വലി കുറച്ച് റഷുള്ള സമയം ആയതുകൊണ്ട് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ വിന്റർ ടൈമിൽ തന്നെ ഇതൊക്കെ നോക്കി Airbnb ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ്. മറന്നുപോയി ഞാനേ. 30 ചപ്പാത്തിക്കാണോ പ്രശ്നം? എന്താണോ പ്രശ്നം? ചപ്പാത്തി, രാജ്മ, നല്ലമ്മ എല്ലാം റെഡി. ചിക്കൻ, ബീഫ്, ഇതാണ് പെണ്ണുങ്ങള് വലിയ പണിയാന്ന് പറയണേ. ഞങ്ങള് 10 മിനിറ്റ് ചിക്കൻ, ബീഫ്, രാജ്മ, 30 ചപ്പാത്തി. ഈ കറി ആരുണ്ടാക്കി വെച്ചു? അത് ചോദിക്കും, അതിൽ ചോദ്യമില്ല. ഞങ്ങൾ ഇന്നത്തെ കാര്യം ഞങ്ങള് അടുക്കള കയറിയപ്പോ ചിക്കനും ചപ്പാത്തി എല്ലാം 10 മിനിറ്റ് കൊണ്ട് ഇന്നലെ 2 മണിക്കൂർ കിടന്നിട്ട് എന്താ നിങ്ങൾ കാണിക്കണേ? പണി അറിയില്ലെങ്കിൽ പുറത്തു പോകും. എന്നിട്ട് കേക്കണ്ട, വീട്ടിൽ ചെന്നാ പിന്നെ ഒന്ന് കൊല്ലമില്ല. ഇവിടെ എപ്പോഴാ വിനീതാണെങ്കിൽ 8:15 ടൈം നോക്കണ്ടേ? സമയം നോക്കിയില്ല. ഉണ്ടോ നോക്കട്ടെ, ചൂടായി വരുമ്പോ ഉണ്ടോ നോക്കാം. മറിച്ചിട്ടാണോ ഇത്? പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കിച്ചണിന്റെ ചുമതല ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് ചേട്ടന്മാർ നമുക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് 3rd ഡേയിലെ കിച്ചൺ ഭരണം ഭാഗികമായി അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടൊന്നും വിട്ടുകൊടുക്കുന്ന ശീലം നമുക്ക് പണ്ടേ ഇല്ലല്ലോ. ഇത് 4th ഡേ, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ട്രിപ്പിന്റെ. അപ്പൊ നമ്മൾ വീടിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് വഴി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ പാസ് എന്തായാലും ഉള്ളത് കൊണ്ട് വീണ്ടും ഈ ഒരു ഏരിയ കടന്നു കിട്ടാൻ നമുക്ക് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ ഫസ്റ്റ് ഡേ എടുത്ത പാസ് തന്നെ ആ ഒരു ഗേറ്റിൽ
കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അകത്തോട്ട് എൻട്രി ചെയ്യിപ്പിക്കും. നമ്മുടെ സെക്കൻഡ് ഡേ വേസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫോർത്ത് ഡേ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പ്ലാന്. US-ലും മൊണ്ടാനയിൽ ചില സ്റ്റോറുകളിലൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് വരെ വളരെ ചീപ്പറായിട്ട് കിട്ടുമെന്ന് ഇവിടെ മുന്നേ വന്നിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറിലൊക്കെ ഒന്ന് കയറി നമുക്ക് ഇന്ന ഐറ്റം എന്ന് മനസ്സിൽ പ്ലാനൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ ഇഷ്ടമുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം എന്നൊക്കെ ഒരു പ്ലാനായിരുന്നു. പക്ഷെ നമ്മളിവിടെ കാണാതെ മിസ്സായിട്ടുള്ള 1-2 ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ന് വരാനാണ്. അതുകൊണ്ട് നമുക്ക് കാണാത്ത സ്ഥലങ്ങൾ കണ്ടുപോവാം, ഷോപ്പിംഗ് പിന്നെയും ചെയ്യാമല്ലോ എന്നൊരു പ്ലാനിലെത്തി. നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി ആദ്യം അന്വേഷിച്ചത് വാഷ്റൂമാണ്. ഈ ദിവസവും നമ്മളൊരു 4:30 ആയപ്പോൾ ഉണർന്ന് 7 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നാഷണൽ പാർക്കിനുള്ളിലുള്ള ഒരു വാഷ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി കാനഡയിലും US-ലും ഒക്കെ കാണുന്നത് പോലെ ഭയങ്കര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആ ഒരു വാഷ്റൂമിന്റെ സ്ട്രക്ചർ അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴി പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അസഹ്യമായ സ്മെല്ലുമാണ്. അതുകൊണ്ട് ഞാൻ 2 കുഞ്ഞ് ടിഷ്യൂ ഒക്കെ മൂക്കിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഇതൊരു കാടിന്റെ നടുക്കായതുകൊണ്ട് ഇവിടെ ഫ്ലഷ് ടാങ്ക് വെച്ചിട്ടുള്ള വാഷ്റൂംസ് ഒന്നും ഉണ്ടാക്കാനും ഇവിടെ വന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി പോലും ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഹൈവേയുടെ ഇടയ്ക്കും അതുപോലെ ഈ നാഷണൽ പാർക്കിന്റെ കാടിന്റെ ഇടയ്ക്കും ഒക്കെ ഇതുപോലൊരു സിസ്റ്റം അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ആവുക. അത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വരുന്നവർക്കൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലൊരു ലൊക്കേഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഇപ്പം സമ്മർ ടൈം ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ സ്നോയും വിന്ററും മൈനസ് വെതറും എല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഷ്റൂം. ഓരോ വാഷ്റൂമിലും ടോയ്ലറ്റ് പേപ്പറും സാനിറ്റൈസറും എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 9 hours മുകളിൽ ഡ്രൈവ് തന്നെയുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10:30 ആവുമ്പോൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താലേ ഇടയ്ക്കെടുക്കുന്ന ബ്രേക്കും എല്ലാം കൂടെ കൂട്ടി ലേറ്റ് ആവും. എന്നാലും ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മാമത്ത് ഹോട്ട് സ്പ്രിങ്സിലാണ്. അപ്പോൾ ആദ്യം കാണുന്നത് ഗ്രാസി സ്പ്രിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫോർത്ത് ഡേയിൽ ഷോപ്പിംഗ് വേണോ അതോ മാമത്ത് ഹോട്ട് സ്പ്രിങ്സ് കാണണോ എന്ന് ദീപചേട്ടൻ ചോദിച്ചപ്പം മാമത്ത് ഹോട്ട് സ്പ്രിങ്സ് മിസ്സാക്കണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യുമായിരുന്നു. ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതലും കാണുന്നത് വൈറ്റ് കളറിൽ ലൈം ഡെപ്പോസിറ്റ്സ് ആണ്. നമ്മൾ ആദ്യം കുറച്ച് പിങ്ക് കളറിലെ മഡ് തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ പലതരത്തിലുള്ള കളേഴ്സ് കണ്ടു. അങ്ങനെ ഇപ്പോൾ ഫൈനലി വൈറ്റ് കളറിലുള്ള ലൈം ഡെപ്പോസിറ്റ് ഉള്ള ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ബൈസന്റെ ആണോ എന്നറിയില്ല, വലിയ വലിയ കാൽപ്പാടുകൾ പോലെ വലിയ വലിയ ഗർത്തങ്ങൾ കാണാം. അതെനിക്ക് കണ്ടിട്ട് ഏതോ ആനിമലിന്റെ കാൽപ്പാട് പോലെ തോന്നി കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണം എന്നില്ല. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു വിന്റർ ടൈമിലൊക്കെ കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഈ ബൈസണൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കുമായിരിക്കും എന്ന്. നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. നമ്മൾ ഈ വിറകും മടലും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ചൂട് കായുമ്പം ഇത് നാച്ചുറലായിട്ട് ചൂട് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ. അങ്ങനെ നമ്മൾ ബൈസനെയൊക്കെ കമന്റ് അടിച്ചത് അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫുള്ള് ലൈം ഡെപ്പോസിറ്റ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കുകയാണ്. കാനഡയിൽ നമ്മൾ സ്നോ കണ്ടത് പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ 1-2 മാസം കഴിഞ്ഞാലും ആ വെള്ള പരവതാനി തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ലൈം ഡെപ്പോസിറ്റ് ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഒഴുകി വന്ന് ഡെപ്പോസിറ്റ് ആയത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് അവിടെ താഴോട്ട് ഒഴുകി പോയിരിക്കുന്നതിൻ്റെ ഒരു പാറ്റേണും കാണാൻ നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മാമത്ത് അപ്പർ ടെറസ് ഒക്കെ കണ്ട് ഇനി മാമത്ത് ഹോട്ട് സ്പ്രിങ്സ് കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മാമത്ത് ഹോട്ട് സ്പ്രിങ്സിന്റെ അടുത്തായിട്ട് ക്ലിയോപാട്ര ടെറസും ക്ലിയോപാട്ര സ്പ്രിങ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോബി ചാൻ അത് കാണാനുള്ള ഒരു അന്വേഷണത്തിലാണ്. ലാസ്റ്റ് ഇനിയും അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാപ്പിലൊക്കെ നോക്കി ഫൈനലി എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയി കണ്ടപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. ഓരോ ഗേസർ ആണെങ്കിലും ഓരോ ഹോട്ട് സ്പ്രിങ്സ് ആണെങ്കിലും എല്ലാ സമയവും ഒരുപോലെ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ ഭംഗിയും കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കണ്ട ഭംഗിയായിരിക്കില്ല ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ വന്ന് ഇതേ സ്ഥലം കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി മാമത്ത് ഹോട്ട് സ്പ്രിങ്സിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കിഡിലൻ വ്യൂ ആണ്. അടിപൊളിയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സ്ട്രെസ് ചെയ്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ കാണുന്ന വ്യൂ നമുക്ക് ക്യാമറയിൽ കാണുന്ന വ്യൂവുമായിട്ട് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ ക്യാമറയിൽ കാണിക്കുമ്പോൾ കിട്ടുന്ന ഭംഗിയേക്കാൾ ഒരുപാട് മേളിലാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറയുന്നത്. ക്യാമറയിൽ ഞാൻ എത്ര കാഴ്ചകൾ കാണിച്ചാലും അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. 101% ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു ഡിഫറെൻ്റ് ഫീലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന സാഹചര്യമുള്ളവർ ഉറപ്പായിട്ടും വന്ന് കാണുക. കാനഡയിലും US-ലും ഒക്കെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വെക്കേഷൻ ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുക. ഒരാഴ്ചത്തെ ട്രിപ്പായിട്ട് ഇവിടുത്തെ ഓരോ ലൊക്കേഷൻസ് കണ്ടുപോവുക. അതൊരു വെർത്തായിട്ടുള്ളൊരു ട്രിപ്പായിരിക്കും. ഒരേ ഡെസ്റ്റിനേഷൻ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് കാണുമ്പോഴും ഫാമിലിയുടെ കൂടെ വന്ന് കാണുമ്പോഴും ഒക്കെ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ലൊക്കേഷനാണ്.
നല്ല സൗഹൃദങ്ങൾ കിട്ടുക അത്ര എളുപ്പമല്ല, കിട്ടിയാൽ അത് സൂക്ഷിക്കുക അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഒരേ വൈബിൽ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളെ കൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കാണ്ട് ഇതുപോലുള്ള ലൊക്കേഷൻസ് ഒക്കെ പോയി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. വഴിയിലോ റോഡിലോ എവിടെ ഇരുന്നായാലും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണല്ലോ ചിക്കൻ റാപ്പ്. അത് 0 വേസ്റ്റുമാണ്. അതിനകത്ത് ആകെ വേസ്റ്റ് വരുന്നത് നമ്മൾ പൊതിഞ്ഞ പാർഷ്മെന്റ് പേപ്പർ, വാക്സ് പേപ്പർ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തേക്കുള്ള ലഞ്ചും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്ഥലം കിട്ടിയപ്പം ചെറിയൊരു പാർക്ക് പോലെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചും കാര്യങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ ഒരു 6-6.5 മണിക്കൂറിൻ്റെ ഡ്രൈവിന് ശേഷം നമ്മളിതാ കാനഡ US ബോർഡറിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ കാനഡ ഒഫീഷ്യൽസിൻ്റെ അടുത്താണ് സമാധാനം പറയേണ്ടത്. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിതാ വെൽക്കം ടു ആൽബർട്ട എന്നുള്ള ബോർഡും കിട്ടിയിട്ടുണ്ട്. കാനഡയിലോട്ട് തിരിച്ചു കയറി കഴിഞ്ഞ് ആദ്യം ചെയ്തത് സിം മാറ്റുക എന്നുള്ളതാണ്. കാനഡയിലെ സിം തന്നെ നമുക്ക് വേണമെങ്കിൽ റോമിങ്ങിൽ US യൂസ് ചെയ്യാം. പക്ഷെ ഓരോ ദിവസത്തെ ചാർജ് വെച്ച് നോക്കുമ്പം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഡേറ്റയും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഇനഫ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കനേഡിയൻ ട്രാവലേഴ്സിന് US മെക്സിക്കോയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിം നമുക്ക് എത്ര ദിവസത്തെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു 7 ഡേയ്സിൻ്റെ പ്ലാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഏത് സിം യൂസ് ചെയ്താലും നാഷണൽ പാർക്കിനകത്ത് മോസ്റ്റ് ഓഫ് ദി സ്ഥലങ്ങളിൽ റേഞ്ച് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് നമുക്ക് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരുന്നു. അൺലിമിറ്റഡ് ഡേറ്റ ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ഡ്രൈവിന്റെ സമയത്ത് മാപ്പ് ഡൗൺലോഡ് ചെയ്യാനും മാപ്പ് വെച്ച് വണ്ടി ഓടിക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാനഡയിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കയറിയ ആ ഒരു ANWയിൽ കയറി നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ഒരു 3 മണിക്കൂറിന്റെ ഡ്രൈവും കൂടെ കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ കന്നാസ് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ വണ്ടി ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആവുമോ, നമുക്ക് പെട്രോൾ പോയി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് കനേഡിയൻ ടയറിലൊക്കെ ഇങ്ങനെ കന്നാസ് വാങ്ങിക്കാനായിട്ടും കിട്ടും. അതുപോലെ പിള്ളേരുടെയും നമ്മുടെയും ഒക്കെ അത്യാവശ്യം വേണ്ട കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വയറുവേദന, പനി, അലർജി അങ്ങനത്തെ ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസും പിന്നെ ഒരു ആഫ്റ്റർ ബൈറ്റും സൺസ്ക്രീനും ഒക്കെ ആയിട്ട് നമ്മളൊരു ബോക്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അറിയാൻ വയ്യാത്തൊരു ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഫാർമസിയും ഒക്കെ തപ്പി പിടിച്ചെടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് മരുന്നുകളും ആഫ്റ്റർ ബൈറ്റും ഒക്കെ കയ്യിൽ വെക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ ഒരു ബ്ലൂ ബോക്സ് ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ആണ്. അതിനകത്താണ് എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇട്ട തുണികൾ ഈ ഗാർബേജ് ബാഗിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് മടക്കുന്ന സമയവും ലാഭം. പിന്നെ നല്ല തുണികളുടെ കൂടെ മിക്സ് ആക്കാനും പോകണ്ട. ഇനി അതിനെ പിള്ളേരുടെ നമ്മുടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ലോണ്ടറി ചെയ്തെടുക്കാനും എളുപ്പമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 4 ദിവസത്തെ യാത്രാവിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.